നമ്മുടെ കുടുംബശ്രീയുടെ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ചെയർപേഴ്സൺ ശ്രീമതി ജിഷ മധുവിനെ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രനെ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൂന്നാം മെമ്പറായി അഖിൽ മെമ്പർ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ഷേമരാജ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശാന്തമ്മ തോമസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷമിക്കുന്ന ചെയർപേഴ്സൺ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2025 കുടുംബശ്രീ ദിനാചരണം പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വച്ച് കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീമതി ജിഷ മധുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസ്, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ, CDSൻ്റെ ഭാരവാഹികൾ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ CDSൻ്റെ മുഴുവൻ പ്രവർത്തകർ സംബന്ധിച്ചു. അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം, അതോടൊപ്പം തന്നെ കുടുംബശ്രീയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, അതുപോലെ കുടുംബശ്രീ നടത്തിയ കലാകായിക മത്സരങ്ങളിൽ മികവ് കാട്ടിയവരെ ആദരിക്കൽ എന്നീ തുടങ്ങിയ പരിപാടികളാണ് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ജില്ലാതലത്തിലും നമുക്കിപ്പോൾ കിട്ടി. ട്രോഫിയായിട്ടും മറ്റുള്ള കലാപരിപാടികൾക്കും ഒക്കെയായിട്ട് നമുക്ക് ഒന്നാം ഫസ്റ്റാണ് നമുക്ക് ഏറ്റവും കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം തന്നെയാണ്. ഇനി സംസ്ഥാന തലത്തിലാണ് അടുത്തതായിട്ട് നടക്കുന്നത്. അതിന് നമുക്ക് അഭിമാനത്തോടെ ഉൾപ്പെടെ പഞ്ചായത്തിൽ തന്നെ കിട്ടാൻ നിങ്ങൾ അതിനകത്തുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നു. അത് മികച്ചേണ്ട കാര്യത്തിനോട് വരാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഒക്കെ കിട്ടിയ പിള്ളേർക്ക് കിട്ടിയ പിള്ളേർക്കൂടെ ആദരിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലാണ് നടക്കട്ടെ. മുമ്പോട്ട് ഇങ്ങനെയൊക്കെ തന്നെ കുടുംബശ്രീ നമുക്കറിയാം. ഈ കുടുംബശ്രീ കയറിയ പിന്നെ നമുക്കറിയാം എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനം. ഓരോ പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിലാണ് ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഈ 5 വർഷക്കാലം ആകാമായി നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞ കുടുംബശ്രീയുടെ ഭരണസമിതി കേരള സമയങ്ങളായതാണ്. അതും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ എല്ലാം നല്ല ഒരു ആഹ്ലാദമായിട്ട് നല്ല രീതിയിൽ നമ്മളിവിടെ ഏതൊരു മീറ്റിംഗ് വെച്ചാലും കുടുംബശ്രീയുടെ നമുക്കറിയാം എല്ലാം നല്ലൊരു പ്രവർത്തനം. ആൾക്കാരും ആ കുടുംബശ്രീയുടെ അംഗങ്ങൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കും. കുടുംബശ്രീയുടെ ഒരു പരിപാടി വെച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. അത് മുമ്പോട്ടും അങ്ങനെ തന്നെ ആകട്ടെ. ഈ ഭരണസമിതി നമുക്കറിയാം ഓരോ രീതിയിലുള്ള നമ്മളൊക്കെ ആദ്യകാലത്ത് പറയും ലോൺ എടുക്കാൻ തന്നെ ആയിരിക്കരുത് കുടുംബശ്രീ കൂടുന്നത്. അതുപോലെയല്ല നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന എല്ലാം നല്ലൊരു പ്രവർത്തനമായിട്ടാണ് നമ്മളിവിടെ കാണുന്നതും. നിങ്ങൾ എല്ലാ രീതിയിലും ഞാനും ഒരു കുടുംബശ്രീ അംഗമാണ്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ കുടുംബശ്രീ പ്രവർത്തനം മുമ്പോട്ട് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് അതുപോലെ തന്നെ ആയിരിക്കുന്നവരെല്ലാവരും നമുക്ക് എല്ലാ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും എല്ലാം നന്ദി എല്ലാ സന്തോഷം അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഈ കുടുംബശ്രീ ദിനത്തിൻ്റെ വേളയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. വിശിഷ്ട വ്യക്തികളെ, നമ്മളിന്ന് 28ാമത്തെ വർഷത്തിലേക്ക് കുടുംബശ്രീ ഇറങ്ങിയാണ്. ഒരു നമ്മുടെ ഈ കഴിഞ്ഞ 2025 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല വർഷമായിരുന്നാണ് പറയുന്നതെങ്കിൽ നമ്മളെ കുടുംബശ്രീക്ക് ഭയങ്കര നല്ല വർഷമായിരുന്നു. ഓരോ പടി മുമ്പോട്ടൊന്നല്ലാതെ ഒരു ചുവട് പോലും പുറകോട്ട് വയ്ക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതുവരെയും വന്നില്ല. ഓരോ വാർഡാണെങ്കിലും 18 വാർഡുകളിൽ നന്നായി പ്രവർത്തിക്കുന്ന 17 വാർഡും ഓരോ പരിപാടികളിലും മുൻപോട്ട് മികച്ച രീതിയിൽ വന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നു.
ഇന്ന് 3 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും നമ്മളത് കാണുകയും ചെയ്യണമെന്നാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇന്ന് വരെ നമ്മൾ ഈ വർഷം കൊടുക്കാനുള്ള മുഴുവൻ അവാർഡുകളും ഇന്ന് നമുക്ക് വിതരണം ചെയ്യേണ്ടതാണ്. ഇന്ന് 5 മണി വരെ 3 തൊട്ട് ആദ്യമേ പറഞ്ഞിരിക്കുന്ന 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു 3 മണിക്ക് തുടങ്ങി 5 മണിന്നാക്കിയത്. പക്ഷേ ഇത് ഇന്ന് അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അറിയിച്ചു 3 മണിയാക്കി തന്നെ ഉദ്ഘാടനം നടത്തുന്ന അവാർഡുകളാണ് മെയിനായിട്ട് അവാർഡുകൾ വിതരണം നടത്തുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. വിവിധ തലങ്ങളിലെ അവാർഡ് നമ്മളും ഇവിടെ വിവിധ തലങ്ങളിൽ A+ കിട്ടിയ കുട്ടികൾക്ക് 10ാം ക്ലാസ് +2 A+ കിട്ടിയ കുട്ടികൾക്കുള്ള അവാർഡ് ഓരോ വാർഡിലും കുടുംബശ്രീ അംഗത്തിൻ്റെ മക്കളെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വാർഡിലെയും ഏറ്റവും മുതിർന്ന കുടുംബശ്രീ അംഗത്തെ ആദരിക്കുന്നു. പിന്നെ ഏലൈസ എന്ന ഒരു പരിപാടികളും അരങ്ങുന്ന പരിപാടിയിലും മികച്ച പ്രവർത്തനം കാഴ്ച മികച്ച കലാപരിപാടികളിലൂടെയും കായിക പരിപാടികളിലൂടെയും നല്ല രീതിയിൽ മികവ് പുലർത്തിയ കുടുംബശ്രീ അംഗങ്ങളെ പ്രത്യേകം ആദരിക്കുന്നു. അങ്ങനെ വിവിധ തരങ്ങളിലുള്ള ആദരവും ഈ കൂട്ടത്തിൽ തന്നെ നടത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലൂടെ മോണിറ്ററിൽ കൂടെ കാണുന്നതിലൂടെ ചെയ്യണം. നമ്മുടെ ഈ പരിപാടികൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ നേരത്തെ ആദ്യം പറഞ്ഞതിന് പ്രകാരം ചെയർപേഴ്സൺമാരുള്ള സംസ്ഥാന തലത്തിലെ മീറ്റിങ്ങിലായിരുന്നു പങ്കെടുക്കുന്നതാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് പറഞ്ഞ എല്ലാ ഇതിലും കഴിഞ്ഞ മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 17 കുടുംബശ്രീ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള ഇനി വരുന്ന എല്ലാ മെയ് 17 നമ്മുടെ ദിനമാണ്. അപ്പം കലാകായിക പരിപാടികളും എല്ലാം നടക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ കലാകായിക പരിപാടികളൊന്നും വരുന്നില്ല. കാരണം നമ്മുടെ അരങ്ങ് ഈ കഴിഞ്ഞ ദിവസമാണ് അരങ്ങ് തീർന്നത്. അരങ്ങിൻ്റെ വലിയൊരു ട്രോഫിയാണ് ഇരിക്കുന്നത്. കോട്ടയം ജില്ലാ ട്രോഫിയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ഇപ്പം അരങ്ങ് നമ്മുടെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം 26, 27, 28 തീയതികളിൽ സംസ്ഥാനതല അരങ്ങ് നടക്കുവാണ്. അതും നമ്മൾ നടക്കുന്നത് കോട്ടയത്ത് വെച്ചാണ്. അപ്പം അതിലും നമ്മളെല്ലാവരും കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും തന്നെ ആരെങ്കിലും കാരണം നമുക്ക് ഇത്ര അടുത്തൊരു ഇനി ഒരു കാരണവശാലും ഇത്ര അടുത്ത് കുറേ വർഷങ്ങൾ കഴിയാതെ അരങ്ങിൻ്റെ പരിപാടികളൊന്നും നടക്കുന്നത് കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 25, 26, 27, 28 തീയതികളിൽ അപ്പുറപ്പുഴ നടക്കുന്ന അരങ്ങിൻ്റെ പരിപാടികളിലെല്ലാം പങ്കെടുക്കണം. ഈ കുടുംബശ്രീയുടെ വളർച്ചയ്ക്ക് നമ്മളെല്ലാവരും ഒറ്റ